യെസ്, ഇപ്പോൾ KVS ഹരിദാസ് കൂടി മാധ്യമപ്രവർത്തകൻ നമ്മോടൊപ്പം കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീ ശശീന്ദ്രൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ താങ്കളെ പരിചയപ്പെടേണ്ടതില്ല, പക്ഷേ താങ്കൾക്ക് എന്തായാലും വകുപ്പ് സംബന്ധിച്ച് എന്തായാലും തീരുമാനം എനിക്ക് വ്യക്തമായിട്ട് ഔദ്യോഗികമായി വന്നിട്ടില്ല. എങ്കിൽ കൂടിയും ഈ ദിനത്തിൽ ഒരു പുതിയ സർക്കാരിൻ്റെ ഭാഗമാകുമ്പോൾ അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിണറായി ടീമിൻ്റെ ഒരു ഭാഗമായി താങ്കൾ വരുമ്പോൾ ഉത്തരവാദിത്വം കൂടുകയാണ്. കാരണം കഴിഞ്ഞ 5 വർഷക്കാലം സഭയിൽ നിങ്ങളൊക്കെ നടത്തിയ സമരങ്ങളുടെയും പുറത്തുമൊക്കെ നടത്തിയ സമരങ്ങളുമൊക്കെ ജനങ്ങൾ ശ്രദ്ധിച്ചതാണ്. അതുകൊണ്ട് ഒരു സ്കാനിങ് മെഷീനായി ജനങ്ങൾ ഓരോ നിമിഷത്തിൽ നിങ്ങളെ പരിശോധിക്കുന്ന ഘട്ടം, അതാണ് ഞാൻ സൂചിപ്പിച്ചത്. നിങ്ങളുടെ ക്യാപ്ഷൻ പോലും നിങ്ങൾക്ക് വലിയൊരു വെല്ലുവിളിയല്ല എങ്കിലും കൂടി നിങ്ങളെ കൂടി പുനഃപരിശോധിക്കാൻ ഇടയാക്കുന്ന തരത്തിലുള്ള ഒരു ക്യാപ്ഷൻ കൂടി നിങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. കാരണം LDF വരും, എല്ലാം ശരിയാകും. ആ ഒരു പാതയിൽ താങ്കൾ കൂടി പങ്കാളിയായിരിക്കുന്നു. ആദ്യമേ പറഞ്ഞല്ലോ, ഞാൻ നിയമസഭാ പ്രവർത്തനം ആരംഭിക്കുന്നത് തന്നെ മറ്റു പലരിൽ നിന്നും വ്യത്യസ്തമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ബാനറിലാണ്. 80-ൽ ഞാൻ MLA ആകുമ്പോൾ അന്നു മുതൽ ഇന്നേ വരെ പല രാഷ്ട്രീയ മാറ്റങ്ങൾക്കും കേരളം സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ മത്സരിച്ചതും ജയിച്ചതും എല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ബാനറിലാണ്. ഇപ്പോൾ ഈ മന്ത്രിസഭയിൽ അംഗമാകാൻ കഴിയുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷമായി ഞാനതിനെ കാണുന്നു. അതിന് കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളുടെ മുമ്പാകെ വെച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളും സമീപനങ്ങളും ഒരു അണുപോലും വ്യതിചലിക്കാതെ നടപ്പിലാക്കും എന്ന നിശ്ചയദാർഢ്യമുള്ള ഒരു മുഖ്യമന്ത്രിയുടെ കീഴിലാണ് ഞാൻ ഇപ്പോൾ അംഗമായി പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. എൻ്റെ നോട്ടത്തിൽ ആ മുഖ്യമന്ത്രിയോടൊപ്പം വിവിധ പാർട്ടികൾ സെലക്ട് ചെയ്തിട്ടുള്ള മന്ത്രിമാരും അതിന് പറ്റിയ നല്ലൊരു ടീമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തുടക്കം തന്നെ ഭംഗിയായി നിർവഹിക്കാൻ കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് താങ്കൾ പറഞ്ഞതുപോലെ ജനങ്ങൾ പ്രതീക്ഷിക്കും വിധത്തിൽ എല്ലാം ശരിയാകുന്ന ഒരു ഭരണ സംവിധാനം കേരളത്തിന് പ്രദാനം ചെയ്യാൻ കഴിയും എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ഒരുപക്ഷേ കൂട്ടി ഒരു ചോദ്യം കൂടി ചോദിക്കാനുള്ളത്, അതായത് ഇപ്പോൾ ഈ പറയുന്നത് ഓരോ മേഖലയിലും കഴിവ് തെളിയിച്ചവർ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന ലിസ്റ്റുകൾ അനുസരിച്ച് മന്ത്രിമാരായി വരുന്നത്. ഇപ്പോൾ ധനമന്ത്രിയായി തോമസ് ഐസക് വരുന്നു, ഒപ്പം തന്നെ വിദ്യാഭ്യാസ മേഖല ഏറ്റെടുക്കാനായി പ്രൊഫസർ C. രവീന്ദ്രനാഥ് വരുന്നു. അത്തരത്തിൽ ആ മേഖലയിൽ തന്നെ കഴിവ് പ്രകടിപ്പിച്ചവർ മന്ത്രിസ്ഥാനത്തേക്ക് വരുമ്പോൾ ആ ഒരു നേതൃപാഠവും സംഘാടന മികവും ഏത് തരത്തിൽ സഹായിക്കുമെന്നാണ് താങ്കളുടെ? ജനകീയ മുഖവും പ്രൊഫഷണലിസവും ബ്ലണ്ട് ചെയ്യുന്ന ഒരു റിസൾട്ടായിരിക്കും ഈ മന്ത്രിസഭയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് കേരള സമൂഹത്തിന് കിട്ടാൻ പോകുന്നത്. ഒരു പക്ഷേ ഉണ്ണികൃഷ്ണൻ, എനിക്ക് തോന്നുന്നു എലത്തൂർ പരിശോധിച്ചാൽ എലത്തൂർ മണ്ഡലം അവിടെ ശശിയേട്ടൻ വിട്ടുപോയാലും അവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തെ വിട്ടുകൊടുക്കില്ല എന്നുള്ള രീതിയിലേക്ക്, ആ രീതിയിൽ ഒരുപക്ഷെ വൈകാരികമായി അദ്ദേഹം ആ മണ്ഡലം ഒരുപക്ഷെ കാത്തു സൂക്ഷിച്ചു. ആ രീതിയിൽ തന്നെ AK ശശീന്ദ്രനെ കുറിച്ച് ഒരുപക്ഷെ വ്യക്തിപരമായി അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് പറയുന്നത് ശരിയല്ല, എങ്കിൽ കൂടിയും താങ്കൾക്ക് ഒരുപക്ഷെ നോക്കിക്കഴിഞ്ഞാൽ ആ ശശീന്ദ്രൻ എന്ന വ്യക്തി അദ്ദേഹം എത്രത്തോളം പ്രാപ്തനാണ്, ഏത് വകുപ്പ് സംബന്ധിച്ച് എന്തായാലും തീരുമാനമായിട്ടില്ല, ഔദ്യോഗികമായി ഒരുപക്ഷെ ആയിട്ടില്ല, എങ്കിൽ കൂടിയും കർമ്മപഥം അദ്ദേഹത്തെ മുൻവിധികളില്ലാതെ താങ്കൾ ഒരുപക്ഷെ വിലയിരുത്തിയാൽ? രണ്ട് കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നോക്കിക്കണ്ടിരിക്കുന്ന ആർക്കും അറിയാവുന്ന കാര്യം, താങ്കൾ പറഞ്ഞ പോലെ ഒരു മണ്ഡലവുമായി ഇത്രയേറെ ആത്മബന്ധം ഒരാൾക്ക് വികസിപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ആ മണ്ഡലത്തിലെ ജനങ്ങളോട് പ്രതിബദ്ധത കാണിച്ചിട്ടുണ്ട്. സുതാര്യമായ പ്രവർത്തനമാണ് അദ്ദേഹത്തിൻ്റെത്. അഴിമതിയുടെ യാതൊരു തരത്തിലുള്ള കളങ്കവും അദ്ദേഹത്തെ ഇതുവരെ ഏശിയിട്ടില്ല. പിന്നെ അദ്ദേഹം ഇവിടെ പറഞ്ഞതും, ഞങ്ങളിപ്പോൾ സ്വകാര്യ സംഭാഷണത്തിൽ ഞങ്ങൾ സംസാരിച്ചതും അതാണ്. അതായത് നമ്മൾ കാര്യശേഷി പലപ്പോഴും തെളിയിക്കുമ്പോൾ ജനങ്ങളിൽ നിന്ന് കുറച്ച് മാറി നിന്നുകൊണ്ട് വളരെ കാർക്കശ്യം കലർന്ന ഒരു ആറ്റിറ്റ്യൂഡിൽ നമ്മൾ കാര്യശേഷി തെളിയിച്ചു പോകുന്നൊരു സംഗതി ആണ് നമ്മുടെ നടപ്പ്. പ്രത്യേകിച്ച് ഇടതുപക്ഷ മുന്നണിയുടെ ഭരണം എപ്പോഴൊക്കെ ഭരണത്തിലിരിക്കുന്നുണ്ടോ അപ്പോൾ. പക്ഷേ ശ്രീ ശശീന്ദ്രനെ പോലുള്ള, ഇപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഇപ്പോൾ പറയുന്നത് ജനകീയതയെയും കാര്യശേഷിയെയും ഒരേപോലെ സമന്വയിപ്പിക്കാൻ സാധിക്കണമെന്നുള്ളതാണ്. അത് എനിക്ക് തോന്നുന്നു ഈ പുതിയ സർക്കാരിൻ്റെ ഒരു സാമാന്യവൽക്കരിക്കപ്പെട്ട സ്വഭാവവിശേഷമായിട്ട് മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത്ഭുതങ്ങൾ സംഭവിക്കും.
യെസ്, KVS ഹരിദാസ്, അദ്ദേഹം മാധ്യമപ്രവർത്തകൻ കൂടിയാണ്, ജന്മഭൂമിയുടെ മുൻ റെസിഡന്റ് എഡിറ്റർ കൂടിയായിരുന്നു. ശ്രീ KVS ഹരിദാസ്, ടീമിനെ കുറിച്ച് ഒരു പക്ഷേ താങ്കൾക്ക് ഏറെക്കുറെ മനസ്സിലായി കാണും. നല്ല ഒരു 12 അംഗങ്ങൾ CPM-ൽ നിന്നും വരുന്നു, 4 പേർ, മൊത്തം 19 അംഗങ്ങൾ. മാത്രമല്ല മന്ത്രിസഭയുടെ ഘടനയിൽ മാറ്റം വരുത്തിയിരിക്കുന്നു, പേഴ്സണൽ സ്റ്റാഫിന്റെ എണ്ണത്തിൽ മാറ്റം വരുത്തിയിരിക്കുന്നു. ഇങ്ങനെയൊക്കെ പരിശോധിക്കുമ്പോൾ രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കും അപ്പുറത്തേക്ക് ആ കണ്ണുകളിലൂടെ ഒരു പക്ഷേ നോക്കിക്കണ്ടാൽ ഈ മന്ത്രിസഭ ടീം പിണറായി പ്രജീഷേ, എനിക്ക് തോന്നുന്നു കേരളം വലിയ പ്രതീക്ഷയോടെയാണ് ഈ ഗവൺമെൻറ്റിനെ നോക്കിക്കാണുന്നത്. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇതിനു മുമ്പുണ്ടായിരുന്ന ഗവൺമെൻറ് കാട്ടിക്കൂട്ടിയ കുഴപ്പങ്ങൾ തന്നെയാണ് പ്രധാനം. ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ ചരിത്രം നമ്മളിവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇത്രമാത്രം കെടുകാര്യസ്ഥതയും അഴിമതിയും ഒക്കെ നടന്നിട്ടുള്ള, ദുർഭരണം നടന്നിട്ടുള്ള ഒരു കാലഘട്ടം വേറെയില്ല. അതിന് പിന്നാലെയാണ് ഈ ഗവൺമെൻറ് വരുന്നത്. അതിന് തക്ക ഒരു ജനവിധി LDF-ന് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഒരു വലിയ മാറ്റം പ്രത്യക്ഷത്തിൽ തന്നെ ഉണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഈ ഗവൺമെൻറ്റിനെ കുറിച്ച് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എൻ്റെ വ്യക്തിപരമായ പ്രതീക്ഷയും അത് തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു തോന്നൽ, ഞാൻ പറഞ്ഞത്, ഇവിടെ ഏറ്റവും അത്യാവശ്യം വേണ്ടത് ശ്രീ ഉണ്ണികൃഷ്ണൻ ആദ്യം സൂചിപ്പിച്ചു, ഒരു ട്രാൻസ്പെറൻസിയാണ് നമ്മളെ പലപ്പോഴും എന്താ പറയുക, നമ്മുടെ മുമ്പിൽ വരാത്ത ഒരു ഘടകം. ഞാനത് പറയാൻ കാരണം, കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്ത് അറിയാം, മന്ത്രിസഭയുടെ അവസാന കാലഘട്ടത്തിൽ ഇറങ്ങിയ കുറേ ഉത്തരവുകൾ ആരോരും അറിയാതെ, ആരോരും കേൾക്കാതെ രഹസ്യമാക്കി വെച്ച കുറേ ഉത്തരവുകളുണ്ട്. അപ്പോൾ അത്തരത്തിലല്ലാത്ത ഒരു ട്രാൻസ്പെറൻറ്റ് വ്യൂ എടുക്കാൻ പറ്റുമോ ഈ ഗവൺമെൻറ്റിന് എല്ലാ കാര്യങ്ങളിലും? ജനങ്ങളുടെ മുമ്പിൽ എല്ലാ പ്രശ്നങ്ങളും അവതരിപ്പിക്കാൻ കഴിയുമോ? പ്രശ്നങ്ങളുണ്ടാവും, പ്രതിസന്ധികളുണ്ടാവും. നമുക്കറിയാം ഈ ഗവൺമെൻറ് ഏറ്റെടുക്കാൻ പോകുന്നത് വലിയ സാമ്പത്തിക ബാധ്യത തന്നെയായിരിക്കും. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു ജേക്കബ് ജോർജിന് കൂടി അത് പറയാൻ കഴിയും. കാരണം അവൻ്റെ ട്രാൻസ്പെറൻസി സംബന്ധിച്ച് അത് നിലനിർത്താൻ പോകുന്ന ഒരുപക്ഷെ ആസൂത്രണം മാത്രം പോരാ, പ്രായോഗിക തലത്തിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി. ശ്രീ ജേക്കബ് ജോർജ്, എന്തായാലും ഓരോ നടപടിക്രമങ്ങൾ നടക്കുകയാണ് ഔദ്യോഗിക തലത്തിൽ. എന്തായാലും പിണറായി വിജയൻ ഗവർണറെ കണ്ടിരിക്കുന്നു. ഈ ദിനത്തിൽ ഒരുപക്ഷെ അതിലേക്കൊന്നുകൂടി ഒന്ന് സ്പർശിച്ചാൽ, ഇവിടെ KVS-നെ പോലെയുള്ള ആളുകൾ പോലും, അദ്ദേഹം ഒരുപക്ഷെ രാഷ്ട്രീയമായ മറ്റൊരു തലത്തിൽ അദ്ദേഹം ചിന്താശേഷിയുള്ള വ്യക്തിയാണെങ്കിൽ കൂടി, ഇവരൊക്കെയും ട്രാൻസ്പെറൻസിയുടെ കാര്യത്തിൽ ഒരു ഏക സ്വഭാവത്തിലേക്ക് കഴിഞ്ഞ 5 സർക്കാരിൻ്റെ ഒരുപക്ഷെ ഒരു വിലയിരുത്തലിൻ്റെ ഭാഗമായി രൂപപ്പെട്ടതായിരിക്കും. ഇതിനപ്പുറത്തേക്ക് വരുമ്പോൾ പുതിയ സർക്കാരിന് എത്രത്തോളം കൃത്യതയോടുകൂടി പറഞ്ഞ ഇവർ തന്നെ പോരാടിയ ആ പിഴവുകൾ നികത്താൻ, ആ ഗ്യാപ്പ് ഫില്ലിങ്ങിന്. യെസ്, ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. പിണറായി വിജയൻ അദ്ദേഹം ഇറങ്ങി വരികയാണ്. മാധ്യമങ്ങൾ അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിക്കാൻ പോകുന്നു. ശേഷം വകുപ്പുകളെ കുറിച്ച് അറിയിക്കുകയാണ് വേണ്ടത്. അത് അറിയിക്കും. അതെ, മന്ത്രിമാരുടെ പട്ടിക കൈമാറിയോ? മന്ത്രിമാരുടെ പട്ടികയാണ് കൈമാറിയത്. ഇപ്പോൾ ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെയാണ് ഈ ഗവൺമെന്റിനെ കാണുന്നത്. ആ പ്രതീക്ഷക്കനുസരിച്ച് ഉയരാനാണ് ഞങ്ങൾ ശ്രമിക്കുക. പിണറായി വിജയന്റെ LDF സർക്കാരിന്റെ ആദ്യ സമ്മാനം എന്തായിരിക്കുന്നതാണ് ആകാംക്ഷ. നോക്കാം. ശരി. യെസ്, രാജ്ഭവനിൽ നിന്നും അദ്ദേഹം ഇറങ്ങി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. നേരത്തെ ജേക്കബ് ജോർജ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ആ ടീം, പിണറായിയുടെ ഈ ടീം എത്രത്തോളം കാര്യശേഷി അക്കാര്യത്തിൽ, സുതാര്യത കാര്യത്തിൽ എല്ലാം ഒരു സ്കാനിങ് ഒക്കെ പരിശോധിച്ചാൽ തീർച്ചയായിട്ടും പിണറായി വിജയൻ ഇതുവരെയും നൽകുന്ന സൂചന, അതുവരെയും പിണറായി വിജയൻ്റെ ഇതുവരെയുള്ള വ്യക്തിത്വം, എവല്യൂഷൻ ഓഫ് പിണറായി വിജയൻ ആസ് ചീഫ് മിനിസ്റ്റർ, ഞാൻ വളരെ സാഗൂതം നേതാക്കന്മാരെ ശ്രദ്ധിക്കുന്ന ആളാണ്. നേതാക്കന്മാർ ബഹുമാനപ്പെട്ട KVS ഇപ്പം പറഞ്ഞതിൻ്റെ കുറേ ഭാഗങ്ങൾ ഞാൻ കേട്ടു. അദ്ദേഹം കഴിഞ്ഞ ദിവസം മനോരമയിൽ എഴുതിയ ലേഖനം, അതും ഞാൻ വായിച്ചു ശ്രദ്ധയോടെ. ഭയങ്കര കൗതുകം ഉയർത്തുന്ന നിലപാടാണ് അദ്ദേഹം കാണിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് സ്വാഗതാർഹമാണ്. അതിനെ നമുക്ക് അതിൻ്റെ പോസിറ്റീവ് എനർജിയോടുകൂടി ഉൾക്കൊള്ളാൻ നമ്മൾ മാത്രം പോരാ, CPM നേതൃത്വവും കൂടി അതിന് തയ്യാറാവണം. തീർച്ചയായും അത് ഉൾക്കൊള്ളാൻ, അതിൻ്റെ ആശയവും അത് നൽകുന്ന സന്ദേശവും ഉൾക്കൊള്ളാൻ CPM നേതൃത്വം, പ്രത്യേകിച്ച് പിണറായി വിജയൻ ഉൾക്കൊള്ളാൻ തയ്യാറാവണം. പിന്നെ പിണറായി വിജയനെക്കുറിച്ച് സുതാര്യത, ഈ പാർട്ടി സ്ഥാനമാനങ്ങളാണെങ്കിലും സർക്കാരിലുള്ള സ്ഥാനമാണെങ്കിലും ഒരു അലങ്കാരമായി കൊണ്ട് നടക്കുന്ന ആളല്ല പിണറായി വിജയൻ. ഇതൊരു അലങ്കാരം, ഇതൊരു ആഡംബരം, കൊടിവെച്ച ലൈറ്റൊക്കെ വെച്ച കാറ്,
അതിവേഗം പാഞ്ഞു പോകുന്ന നാട്ടുകാരുടെ ഇടയ്ക്കൂടെയോ നാട്ടുകാരുടെ നെഞ്ചത്തൂടെയോ ഓടിച്ചു പോകുന്ന ഒരു സ്വഭാവക്കാരനല്ല പിണറായി വിജയൻ. അദ്ദേഹത്തിൻ്റെതായ ജോലിയെടുക്കൽ, ഒരു കർമ്മനിരതനാവുക എന്നത് പിണറായി വിജയൻ അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ വാചകം മാത്രം എടുത്താൽ, കാരണം അദ്ദേഹം പേഴ്സണൽ സ്റ്റാഫിനെ കുറിച്ചും അദ്ദേഹം പറഞ്ഞ വാചകം താങ്കൾ കേട്ട് കാണും പത്രത്തിലടക്കം, അതൊക്കെയും നിയന്ത്രിച്ചാൽ കൂടിയും, കാരണം 5 വർഷക്കാലത്തിന്റെ ഏറ്റവും പകുതി ഭാഗം ഒരുപക്ഷെ പഴി കേൾക്കേണ്ടി വന്നത് പേഴ്സണൽ സ്റ്റാഫിനെ മുൻനിർത്തി അല്ലെങ്കിൽ മന്ത്രിമാരുടെ ഓഫീസുകളടക്കം കേന്ദ്രീകരിച്ച്, അങ്ങനെ കൂടി വലിയ രീതിയിലുള്ള ആർജവത്തോടു കൂടി അവിടെയും ഒരു ഇച്ഛാശക്തി പ്രകടിപ്പിച്ചാൽ അതൊക്കെ ഒരു പരിധി വരെ, പക്ഷെ അതാണ് ഞാൻ ആ രീതിയിൽ ഞാൻ പറഞ്ഞു വരുന്നത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു പിണറായി വിജയൻ പാഠമാക്കുന്നത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് പറ്റിയ പിഴവുകളാണ്. അതായിരിക്കണം അദ്ദേഹത്തിന്റെ ആദ്യത്തെ ബാലപാഠങ്ങൾ. ശ്രീ ഉണ്ണി, അത് ഒരു പക്ഷേ പകുതിയോളം, കാരണം മറ്റ് നയപരമായ രീതിയിലേക്ക് പോകുമ്പോൾ അത്ര പെട്ടെന്നാണോ, കാരണം സാമ്പത്തിക സ്ഥിതി അടക്കം പരിശോധിക്കണം നിലവിലെ, കാരണം പല രീതിയിൽ ഇവർ പറയുന്ന വാഗ്ദാനങ്ങൾ വിലക്കയറ്റമടക്കം നിയന്ത്രിക്കണമെങ്കിൽ എത്രത്തോളം അതിനൊക്കെ ഒരു ടൈം ഷെഡ്യൂൾ ഫിക്സ് വളരെ പ്രശ്നമാണ്. കാരണം ജനങ്ങൾക്ക് മുന്നിലേക്ക് അധിക ബാധ്യത ഇല്ലാതെ എങ്ങനെ കാര്യങ്ങളെ മുന്നോട്ട്, അതിനപ്പുറത്തേക്ക് ഇപ്പറഞ്ഞ കുറേ കാര്യങ്ങൾ അതുകൂടി നിയന്ത്രിച്ചാൽ എല്ലാം ശരിയാകുമെന്നതിൻ്റെ ഒരു തുടക്കം. എനിക്ക് തോന്നുന്നില്ല ശ്രീ ഉമ്മൻചാണ്ടിയുടെ അടുത്ത് ആളുകൾക്ക് ഉള്ള ഒരു ആക്സസ് എന്തായാലും ശ്രീ പിണറായി വിജയൻ്റെ അടുത്ത് ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തെ അറിയാവുന്ന ആർക്കും അത് തോന്നുന്നില്ല. മറിച്ച് അദ്ദേഹം പറഞ്ഞത് എല്ലാ കാര്യങ്ങളിലും ഒരു ജാഗ്രത വേണം, എല്ലാ കാര്യത്തിനകത്തും നമുക്ക് ട്രാൻസ്പെറൻസി ആളുകൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ കരുതേണ്ട ഒരു സംഗതി നമ്മളുടെ ചുറ്റിപ്പറ്റി. അപ്പോൾ അദ്ദേഹം ഇന്നലെ ഉപയോഗിച്ച വാക്ക് അവതാരം എന്നുള്ളതാണ്. അതായത് എൻ്റെ ആൾക്കാർ എന്ന് പറഞ്ഞ ചില അവതാരങ്ങൾ വരുമെങ്കിൽ അവരെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞത്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആളുകളില്ല, എനിക്ക് നിങ്ങളെല്ലാവരും എൻ്റെ ആളുകളാണ് എന്നുള്ള ഒരു അർത്ഥത്തിൽ കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രി തൻ്റെ നിലപാട് വ്യക്തമാക്കിയത് നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്, ജേക്കബ് പറഞ്ഞതുപോലെ തന്നെ. പിന്നെ ഹരിദാസ് എഴുതിയ ലേഖനം ജേക്കബ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. എനിക്ക് തോന്നുന്നത് ഒരു കൺഫ്രണ്ടേഷണലിസ്റ്റ് പൊളിറ്റിക്സിൻ്റെ കാലം കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് സംസ്ഥാനവും കേന്ദ്രവും എപ്പോഴും ഇടഞ്ഞു നിൽക്കണം. നമുക്ക് 2 ഐഡിയോളജിയിൽ പ്രവർത്തിക്കുന്ന പാർട്ടികളായിരിക്കാം ഭരണത്തിലിരിക്കുന്നത്. പക്ഷേ ഭരണത്തിലിരിക്കുന്ന ഗവൺമെൻറ് എന്ന് പറയുന്നത് അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥാപനമാണ്. ഈ 2 സ്ഥാപനങ്ങളും ഒരു ഫെഡറൽ സംവിധാനത്തിനകത്ത് വളരെയധികം കാര്യക്ഷമമായി ആശയവിനിമയം നടത്തി, കൊടുക്കൽ വാങ്ങലുകൾ നടത്തി. നിലവിലെ അന്തരീക്ഷത്തിൽ ആ ഫെഡറൽ സംവിധാനത്തിൽ എന്തെങ്കിലും ദുസൂചനകൾ താങ്കൾ കാണും? അല്ല, അത് അധികാരത്തിൻ്റെ വിനിയോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമുക്കറിയാം. BJP സർക്കാർ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നടത്തിയ ഇടപെടലുകളെ കുറിച്ച് നമുക്കറിയാം. അതിനെ വിമർശിക്കുമ്പോൾ പോലും, അതിനെതിരെ രാഷ്ട്രീയമായ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ പോലും കേരളത്തിൻ്റെ താല്പര്യങ്ങൾ മുൻനിർത്തി കേന്ദ്ര ഗവൺമെൻറ്റുമായി, അത് BJP ആയിട്ടല്ലല്ലോ, ഒരു BJP നേതാവ് ഈയിടെ പറഞ്ഞല്ലോ, BJP അതെ ഗവൺമെന്റും തമ്മിലുള്ള ഫൈറ്റ് അല്ല, പാർട്ടിയും ആശയങ്ങളും തമ്മിലുള്ള, അങ്ങനെ ഡിവൈഡ് ചെയ്താൽ അത് കുറെ കൂടെ പിന്നെ സമീപനം അവിടെ നിന്ന് ഉണ്ടാകും, സെൻട്രലിൽ നിന്ന് ഉണ്ടാകുമോ എന്നുള്ളത് കൂടി. പ്രതീക്ഷ ഇത് അവിടെ നിന്നുണ്ടാകുന്നോ നമ്മളുടെ അടുത്ത് നിന്നുണ്ടാകുന്നോ എന്നുള്ളതല്ല പ്രശ്നം. നമുക്കതിന് ഇനിഷ്യേറ്റീവ് എടുക്കാം. നമുക്കതിന് ഇനിഷ്യേറ്റീവ് എടുത്താൽ എനിക്ക് തോന്നുന്നില്ല കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നത്, ഇപ്പോൾ ശശിയേട്ടൻ സൂചിപ്പിച്ച പോലെ, അത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ഥാപനമാണ്. അതൊരു പാർട്ടിയുടെ സ്വകാര്യ സ്വത്തായിട്ടുള്ളൊരു സംഗതിയല്ല, സ്വകാര്യ ബിംബമല്ല. അപ്പോൾ തീർച്ചയായിട്ടും ആ സർക്കാരിന്, സംസ്ഥാന സർക്കാർ എടുക്കുന്ന ഒരു ഇനിഷ്യേറ്റീവിനെ അതേ അർത്ഥത്തിൽ തന്നെ അവർക്ക് പ്രതികരിച്ചേ മതിയാകും. അതല്ലെങ്കിൽ നമുക്ക് അത് ഉന്നയിക്കാൻ എത്രയോ വേദികളുണ്ട്. തീർച്ചയായും. ശ്രീ ശശീന്ദ്രൻ, ഒരു വെല്ലുവിളി, ഡി സുഗതൻ കൂടി തത്സമയം ചേരുന്നുണ്ട്. സുഗതൻ സാറ്, താങ്കൾ കുറേ അധിക സമയമായി എങ്കിൽ കൂടിയും താങ്കളിലേക്ക് വരികയാണ്. കഴിഞ്ഞ 5 വർഷത്തെ സർക്കാർ മാറി പുതിയ ജനാധിപത്യപരമായ മര്യാദയുടെ ഭാഗമായി, കീഴ്വഴക്കങ്ങളുടെ ഭാഗമായി ഇന്ന് സത്യപ്രതിജ്ഞ നടക്കുന്നു. താങ്കൾ പിണറായിയുടെ പുതിയ മന്ത്രിസഭയെ നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും പുതിയ മന്ത്രിസഭ 4 മണിക്ക് അധികാരത്തിൽ വരികയാണല്ലോ. അതിൽ ഭൂരിപക്ഷം ആളുകളും പുതുമുഖങ്ങളാണ്, ഭരണപരിചയമുള്ള ആളുകളല്ല. അതുകൊണ്ട് ഒരു ഗവൺമെൻറ്റിനെ വിലയിരുത്താനൊന്നും സമയമായിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ഗവൺമെൻറ്റിനെ വിലയിരുത്തണമെങ്കിൽ കുറഞ്ഞത് ഒരു 6 മാസമെങ്കിലും കഴിയണം. അവരെല്ലാം ഒരു ബിസിനസ് റൂൾസൊക്കെ പഠിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് വരുമ്പോഴേ അഭിപ്രായം പറയാൻ. ഞാൻ ആ സർക്കാരിന്റെ അല്ല ഞാൻ ചോദിച്ചത്, ഈ 12 പുതുമുഖങ്ങളാണ് വരുന്നത്. ഈ പുതുമുഖങ്ങളൊക്കെയും കാര്യപ്രാപ്തിയുള്ള, AK ശശീന്ദ്രൻ അടക്കം എൻ്റെ മുന്നിലുണ്ട്, ഇരിപ്പുണ്ട്. ഇവരൊക്കെയും കാര്യപ്രാപ്തിയുള്ളവരാണോ ടീം?
അവരുടെ പ്രാപ്തിയെക്കുറിച്ചൊന്നും തർക്കമില്ല. ഭരണപരിചയം കുറവാണ്, ഇല്ല എന്നുള്ളതേ പറഞ്ഞു. അത് ജി സുധാകരൻ, ഐസക്, AK ബാലൻ, പിണറായി, കടന്നപ്പള്ളി രാമചന്ദ്രൻ, അതുപോലെ തന്നെ മാത്യു ടി തോമസ്, ഇത്രയും പേരെ ഭരണപരിചയമുള്ളവരുള്ളൂ. ബാക്കിയെല്ലാം പുതുമുഖങ്ങൾ. പഠിച്ചു വരണം, ഭരണകാര്യങ്ങൾ പഠിച്ചു വരേണ്ടതായിട്ടുണ്ട്. ആ ഒരു താമസമുണ്ട്. യെസ്, തീർച്ചയായും. ഉണ്ണി, ഇവിടെ ഞാൻ സൂചിപ്പിച്ചത് പലപ്പോഴായി ശ്രീ ജേക്കബ് ജോറിലേക്ക് ഒരു പക്ഷേ ആ ചോദ്യം പോയാൽ പലപ്പോഴായി ജേക്കബ് ജോറിലേക്ക് പോകുന്നതിന് ഇപ്പോൾ സജേഷിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ തത്സമയം അതിന് നേരത്തെ രാജ്ഭവനിൽ അദ്ദേഹം എത്തിയതിൻ്റെ, പിണറായി വിജയൻ എത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ്, തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ നേരത്തെ എത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇപ്പോൾ പിണറായി വിജയൻ അല്പസമയത്തിനകം അദ്ദേഹം AKG സെൻറ്ററിലേക്ക് പിണറായി വിജയൻ എത്തിച്ചേരും. ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി MR സജേഷ് AK സെൻറ്ററിന് മുന്നിൽ നിന്നും ചേരുന്നു. സജേഷ്, AK സെൻറ്ററിന് മുന്നിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ. AKG സെൻറ്ററിൽ പിണറായി എത്തിയോ? എന്തായാലും ഓരോ നിമിഷങ്ങളാണ് കടന്ന് പോകുന്നത്. ശശീന്ദ്രനിലേക്ക് ദയവായി താങ്കൾ കുറച്ച് സമയം കൂടി, 5 മിനിറ്റ് കൂടി താങ്കൾ ചെലവഴിക്കണം. ഇവിടെ ജേക്കബ് ജോറോട് ചോദിച്ചത് ഞാൻ പറഞ്ഞ കാര്യം, കാരണം പലപ്പോഴും ഒരു ലേലം വിളി പോലെയാണ് പലപ്പോഴായും ഈ മന്ത്രിമാരെ നിർണ്ണയിക്കുന്നത്. കാരണം ജാതി, നായർക്ക് ഇത്ര, അല്ലെങ്കിൽ ഇവിടെ ഒരു പക്ഷേ പരിശോധിച്ചാൽ, കാരണം ആ ലേലം വിളിയാണ്. ഞാൻ ഉണ്ണിക്ക് ഒരു പക്ഷേ ഞാൻ ആ വാക്ക് ഉപയോഗിച്ചതിന് അപ്പുറത്തേക്ക് ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിൽ ഈ മന്ത്രിസഭയുടെ രൂപീകരണത്തിൽ പെരുന്നയ്ക്കോ കണിച്ചുകുളങ്ങരയ്ക്കോ മെത്രാന്മാരുടെ ആസ്ഥാനങ്ങൾക്കോ യാതൊരു പ്രസക്തിയില്ല. ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. ഇന്നാരേ ഞങ്ങളുടെ ഇന്നാരുണ്ട് മന്ത്രിയാക്കണം എന്ന് ആരും തീട്ടൂരെ ഇറക്കിയില്ലല്ലോ. എനിക്കൊന്നും അത് CPM-നെ കൊണ്ട് മാത്രമേ പറ്റൂ, അത് ഇടതുപക്ഷത്തെ കൊണ്ട് മാത്രമേ പറ്റൂ. അതാണ് കേരള ജനതയ്ക്ക് ഇടതുപക്ഷം ഈ മന്ത്രിസഭയിലൂടെ നൽകുന്ന ഏറ്റവും വലിയ സംഭാവന എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മതമേധാവികളുടെയും സമുദായ നേതാക്കന്മാരുടെയും ആസ്ഥാനങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കാൻ ശേഷി പ്രകടിപ്പിച്ച പിണറായി വിജയനും സംഘവും CPM നേതൃത്വവും സ്വാഭാവികമായിട്ടും ഒരു ഇൻഫ്ലുവൻസും ഇല്ലല്ലോ. ആർക്കും ഒന്നും പറയണ്ടല്ലോ. UDF വന്നാൽ എന്തായിരിക്കും സ്ഥിതി? മെത്രന്മാരുടെ വശത്ത് നിന്ന് സമുദായ നേതാക്കന്മാർ എന്തായാലും നമ്മൾ മന്ത്രിമാരിലേക്ക് കുറച്ചുകൂടി AK ശശീന്ദ്രൻ, ദയവായി താങ്കളെ തിരക്കെനിക്കറിയെങ്കിൽ കൂടിയും ഒരു കുറച്ച് സമയം കൂടി ഞങ്ങളോടൊപ്പം ഇരിക്കെ. ഇപ്പോൾ തോമസ് ഐസക്കിന്റെ പ്രതികരണം ഒരുപക്ഷെ വന്നിരിക്കുന്നു. അദ്ദേഹം മന്ത്രി പദം ഏറ്റെടുക്കാൻ പോകുന്നു. മാത്രമല്ല സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി അടക്കം കഴിഞ്ഞ ദിവസം അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ച വ്യക്തിയാണ്. ധവളപത്രം പോലും ഇറക്കേണ്ടി വരുന്ന സാഹചര്യം, ആ സാഹചര്യത്തിലൊക്കെയും സംസ്ഥാനം പോയിരിക്കുന്നു എന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറയുകയുണ്ട്. എന്തായാലും അധികാരം ഏറ്റെടുക്കുന്നതിന് വൈകിട്ട് എത്തുന്നതിന് തൊട്ട് മുൻപായി അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിരിക്കുന്നു. പ്രതികരണത്തിലേക്ക്. PS അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രിയായി ഭരണപാടവം തെളിയിച്ചയാളാണ് ഡോക്ടർ തോമസ് ഐസക്. SFIയിലൂടെ രാഷ്ട്രീയത്തിലെത്തി. ഇപ്പോൾ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം. പഴയ മാരാരിക്കുളം മണ്ഡലത്തിൽ VS-നെ പരാജയപ്പെടുത്തിയ PJ ഫ്രാൻസിസിനെ 2001 വീഴ്ത്തിയാണ് ആദ്യം നിയമസഭയിലെത്തിയത്. 2006 കോൺഗ്രസിലെ സിനി റോസ്ബെൽ ജോണിനെ പരാജയപ്പെടുത്തി. ആലപ്പുഴയുടെ ശാപമായിരുന്ന മാലിന്യ പ്രശ്നത്തിന് ശാസ്ത്രീയ പരിഹാരം കണ്ടെത്തിയത് തോമസ് ഐസക്. പിന്നീട് ഈ മാലിന്യ നിർമ്മാർജ്ജന മാതൃക പാർട്ടി സംസ്ഥാന തലത്തിൽ ഏറ്റെടുത്തു. ജൈവ പച്ചക്കൃഷി വ്യാപനത്തിൽ നിസ്തുലമായ പങ്കാണ് തോമസ് ഐസക് നൽകിയത്. JNUവിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട് ഡോക്ടർ തോമസ് ഐസക്. വേണം നമുക്കൊരു പുതിയ കേരളം. ആ നവീന കേരളത്തിൻ്റെ മുഖമുദ്ര ഇവിടുത്തെ അഭ്യസ്തവിദ്യരായ യുവജനങ്ങൾക്ക് അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസൃതമായിട്ടുള്ള നല്ല തൊഴിലവസരങ്ങൾ IT-യിൽ, ടൂറിസത്തിൽ, വൈദഗ്ധ്യാധിഷ്ഠിത വ്യവസായങ്ങളിൽ എല്ലാം ഉറപ്പുവരുത്തുന്നതായിരിക്കണം. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മുടെ പരമ്പരാഗത മേഖലകളിൽ, കൃഷിയടക്കമുള്ള മേഖലകളിൽ പണിയെടുക്കുന്നവർക്ക് സമ്പൂർണ്ണ സുരക്ഷിതത്വം നൽകിയേ തീരും. ഇത്തരത്തിലുള്ള ഒരു വളർച്ചാ മാതൃകയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ വളർച്ചയുടെ വേഗത കൂട്ടാൻ ശ്രമിക്കുമ്പോൾ ചില കാര്യങ്ങൾ വ്യക്തമാണ്. ഒന്ന്, തൊഴിലാളികളുടെ അവകാശങ്ങൾ ബലിയിടിക്കില്ല. 2, പരിസ്ഥിതി നിയമങ്ങളെ അട്ടിമറിക്കാൻ അനുവദിക്കില്ല. 3, കേരളത്തിൻ്റെ വിഭവങ്ങളെ ആർക്കും വിൽക്കില്ല. 4, സ്ത്രീ സൗഹൃദമായിട്ടുള്ളൊരു കേരളമായിരിക്കണം. 5, നമ്മുടെ പൊതുവിദ്യാഭ്യാസവും പൊതു ആരോഗ്യവും സംരക്ഷിക്കപ്പെടണം. 6, ഈ ഇന്നത്തെ ഉപഭോക്തൃ സംസ്കാരത്തിൽ നിന്ന് ജനകീയ സംസ്കാരത്തിലേക്ക് നമുക്ക് മാറാൻ പറ്റും.
ഇത്തരത്തിലുള്ളൊരു കേരളത്തെ സൃഷ്ടിക്കണമെങ്കിൽ നമ്മുടെ സർക്കാർ കൂടുതൽ വലിയ തോതിൽ ഇടപെടണം. കൂടുതൽ വലിയ സർക്കാർ എന്ന് പറഞ്ഞാൽ കൂടുതൽ പണം ചെലവഴിക്കുന്ന സർക്കാർ എന്ന് തന്നെ അർത്ഥം. ക്ഷേമ ചെലവുകൾ മാത്രമല്ല, വലിയ തോതിൽ മൂലധന നിക്ഷേപം വേണം. ഇന്ന് നമ്മുടെ സംസ്ഥാന ആഭ്യന്തര വരുമാനത്തിൻ്റെ 14-15% സർക്കാരിൻ്റെ ചെലവ്. അത് 17-18% 5 വർഷം കൊണ്ട് ഉയർത്തുക എന്ന് പറയുന്നത് വലിയൊരു ഭാരിച്ച പണിയാണ്. അതിനു വേണ്ടിയിട്ട് നികുതി വരുമാനം ഗണ്യമായിട്ട് ഉയർത്തേണ്ടി വരും. ചോർച്ച അടച്ചുകൊണ്ട്, പുതിയ നികുതിയല്ല, നിലവിലുള്ള നികുതി വരുമാനത്തിലുള്ള ചോർച്ച അടച്ച് നികുതി വരുമാനം ഉയർത്താം. നികുതിയേതര വരുമാനം പരമാവധിയാക്കാം. തീർന്നില്ല, നേരിട്ട് സംസ്ഥാന സർക്കാരിന് വായ്പ എടുക്കാൻ പരിമിതിയുണ്ട്. അതിനപ്പുറത്ത് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വഴി, പ്രത്യേക സാമ്പത്തിക ഏജൻസികൾ വഴി പരമാവധി വിഭവ സമാഹരണം നടത്തി പശ്ചാത്തല സൗകര്യങ്ങളും മറ്റും സൃഷ്ടിക്കാം. ഇതാണ് സർക്കാരിൻ്റെ വികസന കാഴ്ചപ്പാട്. ഇതിലൂടെ നമുക്ക് പുതിയ ഒരു കേരളത്തെ സൃഷ്ടിക്കാനാവും. ആ പുതിയ കേരളം ക്ഷേമത്തിൽ മാത്രമല്ല, സാമ്പത്തിക വളർച്ചയിൽ ഇന്ത്യയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമായിട്ട് മാറും. അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വപ്നം കാണുന്ന കേരളം. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ഒരു ആശങ്ക തന്നെയാണ് നിയുക്ത ധനമന്ത്രി തോമസ് ഐസക് ഇപ്പോൾ പങ്കുവച്ചത്. ഏതായാലും പുതിയ സർക്കാരിനെ സംബന്ധിച്ചും അത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ആ വെല്ലുവിളികളെ എങ്ങനെ മറികടക്കും എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി കാണേണ്ടതുണ്ട്. ഒരു ഇടവേളയിലേക്ക് പോയതിനു ശേഷം വളരെ വേഗം തിരിച്ചെത്താം. എന്തായാലും നേരത്തെ തോമസ് ഐസക് സംസ്ഥാനത്തെ ധനസ്ഥിതി സംബന്ധിച്ചുള്ള ഞെട്ടലാണ് രേഖപ്പെടുത്തിയത്. അവസാനമായി താങ്കൾക്ക്, ശ്രീ ശശീന്ദ്രൻ, താങ്കൾക്ക് പോകേണ്ടതുണ്ട്. അവസാനമായി ഈ ധനസ്ഥിതിയിൽ ഈ പറഞ്ഞ ക്ഷേമ പദ്ധതികളൊക്കെ തന്നെ നടപ്പാക്കാൻ കഴിയുമോ? കാരണം മുന്നോട്ടുള്ള പോക്കിൽ എത്രത്തോളം വെല്ലുവിളികളായിരിക്കും ഒരു പക്ഷേ ഇപ്പോഴത്തെ സംസ്ഥാനത്തെ ധനസ്ഥിതി ഉണ്ടാക്കാൻ പോവുക? LDFിൻ്റെ നിശ്ചയദാർഢ്യത്തോടു കൂടിയ ഭരണപ്രവർത്തനങ്ങളുടെ തുടക്കത്തിന് ഏക വെല്ലുവിളി ഇപ്പോഴത്തെ സർക്കാരിൻ്റെ സാമ്പത്തിക ധനസ്ഥിതി തന്നെയാണ്. ആ ധനസ്ഥിതി മെച്ചപ്പെടുത്തുക എന്ന വെല്ലുവിളിയാണ് LDF സർക്കാരിന് ആദ്യമായി ഏറ്റെടുക്കാനുള്ളത്. എനിക്ക് തോന്നുന്നത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള കാര്യക്ഷമത ഉറപ്പുവരുത്തിക്കൊണ്ട് നമ്മുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ കഴിയും എന്നാണ്. അതിനുള്ള ധാരാളം വളരെ വളരെ നന്ദി ശ്രീ വളരെ നന്ദി ശ്രീ ശശീന്ദ്രൻ ഈ അവസരത്തിൽ നമ്മോട് ചേർന്ന്. ഇപ്പോൾ EP ജയരാജൻ നമ്മോടൊപ്പം തത്സമയം, അദ്ദേഹം ഞങ്ങളുടെ പ്രതിനിധി KG ദിനകറുമായി അദ്ദേഹം ചേരുകയാണ്. അതിലേക്ക് ദിനകർ, നിയുക്ത ധനമന്ത്രിയിലേക്ക് പോയാൽ ഒരു പക്ഷേ അദ്ദേഹം ക്ഷമിക്കണം വ്യവസായ മന്ത്രി ശ്രീ EP ജയരാജൻ നമ്മോടൊപ്പം ചേരുകയാണ്. അദ്ദേഹം AKG സെന്ററിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങി നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ MLA ക്വാർട്ടേഴ്സിലെ വസതിയിൽ നിന്നുമാണ് അദ്ദേഹം തിരിക്കുക. ശ്രീ EP ജയരാജൻ, നിയുക്ത മന്ത്രി, LDF അധികാരത്തിലേക്ക് എത്തുന്നു. കേരള ചരിത്രത്തിൽ ഒരു പുത്തൻ അധ്യായം രചിക്കുന്ന ഒരു ദിവസം, ഒരു സുദിനം. എങ്ങനെയാണ് ഈ ദിവസത്തെ, ഈ നിമിഷത്തെ താങ്കൾ നോക്കിക്കാണുന്നത്? ഞാൻ മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളാകെ അത്യധികം സന്തോഷത്തോടുകൂടി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ദിവസമാണിന്ന്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങൾക്ക് പരിഹാരം കാണാൻ, കേരളത്തിൻ്റെ പൊതു താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ, ഒരു പ്രതീക്ഷ ജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ ഈ ഗവൺമെൻറ്റിന് കഴിയും എന്ന ആത്മവിശ്വാസത്തോടുകൂടി ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ വരവേൽക്കാൻ കേരളം കാതോർത്തിരിക്കുന്നു. എന്തൊക്കെയായിരിക്കും ഒരു സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ പ്രഥമ പരിഗണന ഏതൊക്കെ വിഷയങ്ങളിലായിരിക്കും? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വന്നാൽ എന്തൊക്കെ കാര്യങ്ങൾ നിർവഹിക്കും എന്നതിനെക്കുറിച്ചൊരു മാനിഫെസ്റ്റോ തയ്യാറാക്കിയിട്ടുണ്ട്. ആ മാനിഫെസ്റ്റോവിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണം നടക്കുക. ഇന്ന് കേരളത്തിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം വിലക്കയറ്റമാണ്. ആ വിലക്കയറ്റത്തിന് പരിഹാരമുണ്ടാക്കും, ക്രമസമാധാനം കാത്തുസൂക്ഷിക്കും, മാഫിയ ഭീകര സംഘങ്ങളെ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്താനുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കും. ഐശ്വര്യസമ്പുഷ്ടമായ ഒരു കേരളം തീർച്ചയായും ഇടതുപക്ഷ ഗവൺമെൻറ് കെട്ടിപ്പടും. അഴിമതിക്കെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്ത് കൂടിയായിരുന്നു കേരള ജനത നടത്തിയത്. ആ രീതിയിൽ നോക്കിയാൽ UDF സർക്കാരിൻ്റെ വലിയ അഴിമതികൾ, അതിനെ എങ്ങനെയായിരിക്കും സർക്കാർ നോക്കിക്കാണുക അല്ലെങ്കിൽ നേരിടുക? അധികാരം വിട്ടൊഴിയുന്നത് വരെ അഴിമതി മാത്രം നടത്തിയിട്ടുള്ളൊരു ഗവൺമെൻറ്റാണിത്. അധികാരം ഏറ്റെടുത്തത് മുതൽ അധികാരം വിട്ടൊഴിയുന്നത് വരെ അതിൽ മുങ്ങിക്കുളിച്ചൊരു ഗവൺമെൻറ്റാണ്.
ഇടതുപക്ഷ ഗവൺമെൻറ് അഴിമതിരഹിത ഭരണമായിരിക്കും. കേരളത്തിലെ ജനങ്ങൾക്ക് ഒരാത്മവിശ്വാസമുണ്ട്. ഇടതുപക്ഷം വന്നാൽ അഴിമതി നിർമ്മാർജ്ജനം ചെയ്യും, അത് കാത്തു സൂക്ഷിക്കും. പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അതോടൊപ്പം തന്നെ വ്യവസായ സ്ഥാപനങ്ങൾ, അതോടൊപ്പം തന്നെ മാവേലി സ്റ്റോറുകൾ ഒക്കെ തകർന്നടിയുന്ന ഒരു സംവിധാനം, പൊതുവിതരണ സമ്പ്രദായം ഒട്ടാകെ തകർന്നു കിടക്കുന്ന ഒരു സാഹചര്യം. ഈ ഘട്ടത്തിൽ എങ്ങനെയായിരിക്കും അത്തരം കാര്യങ്ങളിലൊക്കെ നിലപാടുകൾ സ്വീകരിക്കുക? ജനം വലിയൊരു പ്രതീക്ഷയാണ് LDF സർക്കാരിൽ വെച്ച് പുലർത്തുന്നത്. ആ പ്രതീക്ഷ നിറവേറ്റാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടോ? ഇടതുപക്ഷം അധികാരത്തിൽ വന്ന കാലഘട്ടങ്ങളിലെല്ലാം വിലക്കയറ്റം തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിരുന്നു. അതിലൊന്നാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ, ചന്തകൾ, വിശേഷ ദിന ചന്തകൾ, കൺസ്യൂമർ ഫെഡ്, അതിൻ്റെ ഒട്ടനവധി ചന്തകൾ, ഓപ്പൺ മാർക്കറ്റിൽ വില നിലവാരം പിടിച്ചു നിർത്താൻ സാധിക്കത്തക്ക നിലയിലുള്ള ഒരു മാർക്കറ്റിൽ ഇടപെടുന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു. അതെല്ലാം UDF ഗവൺമെൻറ് തകർത്ത് നശിപ്പിച്ചു കഴിഞ്ഞു. ഇനി അതിനൊരു പുനർജീവൻ കൊടുക്കണം. വിലക്കയറ്റം തടഞ്ഞു നിർത്താൻ ഇന്നത്തെ കാലത്തിന് അനുയോജ്യമായിട്ടുള്ള പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കണം. തീർച്ചയായും ഇടതുപക്ഷ ഗവൺമെൻറ് അത്തരം പരിപാടികൾക്ക് രൂപം കൊടുക്കും. ഒപ്പം വികസന രംഗത്ത് ഉള്ള നിലപാടുകൾ ഏത് രീതിയിലായിരിക്കും? LDF വികസന വിരുദ്ധർ എന്ന മുദ്രാവാക്യമാണ് UDF എപ്പോഴും LDFനെ സംബന്ധിച്ച് പറയുന്നത്. ആ ഒരു രീതിയിലൊരു കാഴ്ചപ്പാട് എന്തായിരിക്കും? അത് തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ളൊരു പ്രചരണം തന്ത്രം മാത്രമാണ്. ഇടതുപക്ഷം വന്നപ്പോൾ മാത്രമേ കേരളം വികസിച്ചിട്ടുള്ളൂ. ഇന്ന് നിങ്ങൾ ഈ നോക്കി, ഈ ഭൂമിയെല്ലാം ആരുടേതാണ്? ഇതൊന്ന് ജനങ്ങളുടേതാണ്, ഈ നാടിൻ്റെതാണ്, നമ്മുടേതാണ്. ആയിരുന്ന ഒരു കാലത്ത് ഇടതുപക്ഷം വന്നില്ലായിരുന്നെങ്കിൽ ഈ ഭൂമി ഇന്നും ജന്മിമാരും നാടുവാഴികളും ഭൂപ്രഭുക്കന്മാരും കൈയടക്കില്ലേ? പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ജനവിഭാഗങ്ങൾ മനുഷ്യരെ പോലെ ജീവിക്കുന്നു. ഇടതുപക്ഷം വന്നതിൻ്റെ നേട്ടമല്ലേ? അയിത്തം, തൊട്ടുകൂടായ്മ, ഇത് അവസാനിപ്പിച്ചുകൊണ്ടൊരു പുതിയ കേരളം സൃഷ്ടിച്ചത് ഇടതുപക്ഷം വന്നതുകൊണ്ടല്ലേ? സമ്പൂർണ്ണ സാക്ഷരത ഇടതുപക്ഷം വന്നതുകൊണ്ടല്ലേ? കേരളത്തിൻ്റെ വികസന തുറമുഖങ്ങൾ ആരംഭിച്ചിട്ടുള്ളതിൽ ഇടതുപക്ഷത്തിൻ്റെ കൈകളില്ലാത്ത ഏതെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? കേരളം ഇന്ന് വരെ വളർന്നതും വികസിച്ചതും ഇടതുപക്ഷത്തിൻ്റെ കൈകളിലൂടെയാണ്. അതുകൊണ്ട് ഭാവിയും കേരളവും രൂപപ്പെടുന്നത് ഇടതുപക്ഷത്തിൻ്റെ കൈകളിലൂടെയായിരിക്കും. അവസാനമായി ഒരു ചോദ്യം കൂടി. സാമ്പത്തിക രംഗം വലിയ പ്രതിസന്ധിയിലൂടെയാണ് കേരളം കടന്നു പോകുന്നത് എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എങ്ങനെയായിരിക്കും ഒരു തിരിച്ചുവരവ് ഉണ്ടാവുക? അല്ലെങ്കിൽ ഖജനാവ് കാലിയല്ല എന്നാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ചൂണ്ടിക്കാട്ടുന്നത്. ഉമ്മൻചാണ്ടി എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്? പഴയ ഇടതുപക്ഷ ഗവൺമെൻറ് പോകുന്ന അവസരത്തിൽ 3400 കോടി രൂപ മിച്ചമുണ്ടായിരുന്ന ഖജാനാവായിരുന്നു. ഇന്ന് 70,000-ൽ പരം കോടി രൂപ കടം വാങ്ങി തൊലച്ചു. കടം വാങ്ങാവുന്ന സ്ഥലത്ത് മുഴുവൻ കടം വാങ്ങി. ഇവിടെ ശമ്പളം കൊടുക്കാൻ കഴിയാത്ത പ്രതിസന്ധി ഉണ്ടാക്കിയില്ലേ? പിന്നെ ഉമ്മൻചാണ്ടി പറയുന്നതിന് എന്ത് അടിസ്ഥാനമാണുള്ളത്? ഒരു വളരെ കരുതലോടുകൂടി നടത്തേണ്ട ഒന്നാണ് സാമ്പത്തിക രംഗം. ഒരു കരുതലും ഉണ്ടായില്ല. ധൂർത്ത്, അഴിമതി, കെടുകാര്യസ്ഥത. ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തണം. അഴിമതിക്ക് വേണ്ടി പണമുണ്ടാക്കാൻ ഭരണം നടത്തിയാൽ സംഭവിക്കുന്നത് എന്താണോ അതാ കേരളത്തിൽ സംഭവിച്ചത്. ഇന്ന് കേരളത്തിൻ്റെ വികസന പ്രശ്നങ്ങൾ, ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്നതിൽ ഒരു തടസ്സമായി നിന്നിട്ടുള്ളത് ഈ ഖജാനാവ് കാലിയാക്കി കടം വാങ്ങി കേരളത്തെ തുലച്ചിരിക്കുന്ന അവസ്ഥയാണ്. അതിൽ നിന്നും കേരളത്തെ, ഈ കുഴിയിൽ നിന്ന് ഈ കേരളത്തെ മോചിപ്പിക്കുക എന്ന ഏറ്റവും ശ്രമകരമായ ദൗത്യമാണ് ഇടതുപക്ഷം നിർവഹിക്കേണ്ടി വരുന്നത്. വളരെയധികം നന്ദി ശ്രീ EP ജയരാജൻ. ഒപ്പം ആശംസകളും. വളരെ നന്ദി.